ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഡാൻസ് പ്രാക്ടീസ് സെക്ഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആണ് ഈ പ്രാക്ടീസ് നടത്തുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് ഷോപ്പ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ ഇതൊരു 9 o'clock സമയമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കാണിക്കാൻ കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ എന്നെപ്പോലെ കുറേ ഹൗസ് വൈഫ്സൊക്കെ ഉണ്ടാവും വീട്ടിൽ. നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒന്നില്ലെങ്കിൽ ടി വി കണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഫോൺ സ്ക്രോൾ ചെയ്ത് അങ്ങനെയൊക്കെ സമയം ബുക്സൊക്കെ വായിച്ച് സമയം കളയണു. അതോടൊപ്പം തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കണ കുറേ വീട്ടമ്മമാരുണ്ടാവും. അപ്പോൾ അതിലൊരാളാണ് ഞാനുണ്ടാവും. അപ്പോൾ ഈ ഡാൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. കുഞ്ഞിലേ തൊട്ട് എനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. 2 പെൺമക്കൾ ജനിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവരിലൂടെ അത് കാണാമെന്നുള്ളത്. പക്ഷെ അവരത് സ്വയം യൂട്യൂബൊക്കെ നോക്കി പഠിച്ച് അങ്ങനെ പോകണം. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്ത് തീവ്രമായി ആഗ്രഹിച്ചാലും അത് ഒരു നാൾ ഭഗവാൻ നടത്തി തരുന്നുള്ളത് എന്നുള്ള ഉത്തമ ഉദാഹരണമാണിത്. എനിക്കറിയില്ല ഇതെങ്ങനെ എന്നിൽ വന്ന് ചേർന്നെന്നുള്ളത്, പക്ഷേ ഞാൻ ഈശ്വരന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. കാരണം അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് പഠിക്കണതും ഞാനിത് ആസ്വദിക്കണതും. അപ്പോൾ രാത്രി 9 മണിക്കാണ് കേട്ടോ. അപ്പം എന്നാലും നമ്മുടെ ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ചാനലിൽ വരെ കയറാനായിട്ടുള്ളൊരു അവസരം കിട്ടി കേട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഞാനും ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്, പ്രപഞ്ചം എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ്. നമ്മൾ എന്ത് മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചാൽ അത് നടത്തി തരുന്നുള്ളതിൽ തെളിവാണ് ഈ വീഡിയോ. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ പാട്ട് ഇതിൽ വെക്കാൻ പറ്റില്ല, എന്നാലും മോഹൻലാൽ സാറിൻ്റെ കരളേ കരളിൻ്റെ പാട്ടാണ് നമ്മൾ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പരിപാടി മഴവിൽ മനോരമ ചാനലിൽ അവതരിപ്പിച്ചത്. അപ്പോൾ അങ്ങനൊരു ഭാഗ്യം ഈശ്വരൻ തന്നു. വൈകിയ വേളയിലാണെങ്കിൽ കൂടി നമുക്കത് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ എല്ലാവരും അത് ടി വിയിൽ കണ്ടിരുന്നു, കുറേ പേര് ടി വിയിൽ കണ്ടിരുന്നു. പിന്നെ യൂട്യൂബിലും അവൈലബിൾ ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പെർഫോമൻസ്. അപ്പോൾ ഇതെല്ലാം 80s കിഡ്സും 70s കിഡ്സും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അത്രയും പ്രായമുള്ളവരാണ് ഇത് പെർഫോം ചെയ്യണത്. എന്നാലും നന്നായി ആസ്വദിച്ചിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, മാനിഫെസ്റ്റേഷനും നമ്മുടെ പോസിറ്റീവ് മൈൻഡും പോസിറ്റീവ് തിങ്കിങ്ങും എപ്പോഴായാലും അതിനൊരു റിസൾട്ട് കണ്ടിരിക്കും. അപ്പോൾ ഇതൊരു പ്രചോദന വീഡിയോ ആയിട്ട് എല്ലാവരും കാണണം. ആഗ്രഹങ്ങളെല്ലാം ഈശ്വരൻ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.